എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ ശരിക്കും മനസ്സിലേക്ക് അങ്ങോട്ട് ഓടിയെത്തി എന്നെ അങ്ങോട്ട് ത്രില്ലടിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. ദാ നോക്ക്, ഞങ്ങളുടെ നാട് അതിമനോഹരമായ ഈ പാടാണ് ഞങ്ങളുടെ നാട്ടിൻ്റെ ഹൈലൈറ്റ്. ഒരുപാട് വിശാലമായി കിടക്കുന്ന ഈ ഒരു പാടത്തിൻ്റെ സൈഡിൽ ഒരു കുളവും അതിനോടടുത്തുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശം. ദാ എൻ്റെ എളാപ്പയുടെ വീട് തന്നെയാണ് ഇതിനടുത്ത് കാണുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലം ശരിക്കും അടിപൊളിയാക്കിയത് ഇവിടെ ഉണ്ടായിരുന്ന ഈ കുളവും ഈ പാടവും ഒക്കെ തന്നെയാണെന്ന് പറയാം. ശരിക്കും മനസ്സിലേക്ക് അങ്ങോട്ട് ഓടി വരികയാണ് ആ പഴയ കാലം, നൊസ്റ്റാൾജിയ അല്ലേ. അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇവിടെ ഒരുപാട് സമയം കുട്ടികളുടെ കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചും വീഡിയോ എടുത്തും അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പോയി. ഒരിക്കലും മറക്കാത്ത നല്ല ഓർമ്മകൾ. കുട്ടികളുടെ കൂടെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മളും തന്നെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോയൊരു ഫീൽ അത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും കുട്ടികളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ നെറുകയിൽ കയറിയിരുന്ന് ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടത് നമ്മൾ കുട്ടികളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താതെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയാതെ വരുന്നത്. നമ്മളെപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നല്ലോണം സന്തോഷം കണ്ടെത്തുകയും വേണം. പിന്നെ എന്താ, ഒരുപാട് 100 കൂട്ടം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഭാഗത്ത് ചടച്ച് കൂടി ഇരിക്കുകയും ചെയ്യരുത്. പകരം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തി. ഇതാ നോക്കിയാൽ ഇപ്പം തന്നെ ഈ കുട്ടികളുടെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എന്താ പറയുക, മനസ്സിന് തോന്നിയ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെവിടെയും കിട്ടിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കാനുണ്ടായിരുന്ന ഒരു കാരണം തന്നെ എന്താ, നമ്മുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ താഴെ തട്ടിലുള്ളവരൊന്നും കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. അവർക്കില്ലാത്തത് എന്തൊക്കെയോ നമുക്കുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുക. എന്നാൽ പിന്നെ അസുഖമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ മേലോട്ട് ചിന്തിക്കണം. അവർക്ക് എന്തോരം വലിയ അസുഖങ്ങളാണ്, നമുക്ക് അത്രമാത്രമൊന്നും അസുഖങ്ങളില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ചിന്തകളുടെ കാര്യം തന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്, ഹൈ ലെവൽ കോൺഫിഡൻസ് തന്നെ വരുന്നത്. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തോന്നണം. അപ്പോഴാണ് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ.